ഹലോ ഗൈസ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ രഞ്ജുവിനെ കൊണ്ട് ധ്യാനം അവിടെ വിടുകയാണ്. എന്നിട്ട് രഞ്ജു നേരെ അകത്തോട്ട് കയറി ചെന്നൊരു ലഡു എടുത്ത് നേരെ നമ്മുടെ പ്രിയമോള് വായി വെക്കാൻ വേണ്ടി ചെല്ലുന്നു കേട്ടോ, വളകാപ്പ് ചടങ്ങിനിടയ്ക്ക്. അപ്പം പരിചയമില്ലാത്തൊരു കൈ കണ്ടിങ്ങനെ രഞ്ജുവിൻ്റെ നേരെ ഇങ്ങനെ ഉയർത്തി നോക്കുവാണ് നമ്മുടെ പ്രിയ രഞ്ജുവിനെ കാണുന്നത് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ദേഷ്യപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് ആ ലഡുവും തട്ടി മാറ്റി അകത്തോട്ട് പോയിട്ട് നമ്മുടെ ഗോവിന്ദേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടനാണോ ഇവളെ വിളിച്ചത്? ഇവളില്ലാതെ ഫംഗ്ഷൻ പറ്റുകയല്ലേ? ഞാൻ മാത്രമോ ഗോവിന്ദേട്ടൻ്റെ അനിയത്തി? ആ സ്ഥാനം ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രിയയുടെ വാശി പിടിച്ചിരിക്കുമ്പോൾ ഗീതു അങ്ങ് വരുവാണ് കേട്ടോ. ഗീതു പോകുമ്പോൾ നമ്മുടെ രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ വിളിച്ചിട്ട് വരണം എന്ന് പറയുമ്പോൾ രഞ്ജു പറയും, ഞാൻ കുറേ വിളിച്ചായിരുന്നു, ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ ഗീതു പറയും, സോറി വണ്ടി വെച്ച് മറന്നുപോയി, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് രഞ്ജുവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയ ആൾക്കൂടെ ഗോവിന്ദനോട് ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അങ്ങ് കയറി വന്നിട്ട് ഗീതു പറയുന്നുണ്ട്, നീ അടങ്ങ് പ്രിയെ, നമുക്ക് നോക്കാം ആരാ വിളിച്ചതെന്ന് നോക്കാം, ഞാനോ ഗോവിന്ദേട്ടനാണല്ലോ വിളിച്ച്, നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്തായാലും ഞാനൊന്ന് താഴ്പ്പ് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുവാണ്. അങ്ങനെ രാധികാമ്മയുടെയും വരുണിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എൻ്റെ ആവശ്യം ഇപ്പം ഞാൻ പറയാം. ആവശ്യം എന്ന് പറയുന്നത് രഞ്ജുവിനെ അറക്കൽ വീട്ടിലോട്ട് കൊണ്ടുപോകണം, അവൾ കുറച്ച് നാൾ അവിടെ കാണും. അപ്പോൾ പ്രിയമോക്ക് അതിനൊരു എതിർപ്പും ഉണ്ടാവരുത്, അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറയുന്നുണ്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ രാധികാമ്മയ്ക്ക് ദേഷ്യം വരുവാണ്. രാധികാമ്മ ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഞങ്ങളുടെ പൊതു ശത്രുവായ വിജയലക്ഷ്മിയുടെ മകളെ, എന്നുവെച്ചാൽ ശത്രുവിൻ്റെ മകളെ ഞങ്ങൾ ആ വീട്ടിൽ കയറ്റണമെന്നോ? അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ ശത്രുവിൻ്റെ മകളെ കയറ്റണമെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് നൈസായിട്ട് തിരിച്ച് രാധികാമ്മ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിജയലക്ഷ്മിയെ പറ്റി എന്തെങ്കിലും ഗീതുവിന് അറിയാവോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഗീതു ശത്രുവിൻ്റെ മകളാണ് കയറ്റണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ രാധികാമ്മ ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഗീതു പറയുകയാണ്, അതിപ്പോൾ എന്താ, അതിന് വലിയ ശത്രു അല്ലായിരുന്നു എൻ്റെ അച്ഛൻ, എന്നിട്ട് നിങ്ങളെ വീട്ടിൽ കയറ്റിയില്ലേ, അത്രയൊന്നുമില്ലോ. അപ്പം എന്നിട്ട് ഗീതു പറയാണ്, നിങ്ങൾക്ക് പറ്റുമോ അല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അത് നിങ്ങൾ പ്ലേ ചെയ്യാമെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ വരുണിന് ടെൻഷൻ ആവുകയാണ് കേട്ടോ. പറയാണ്, എന്തേലും ആട്ടെ അമ്മ എന്തേലും പറഞ്ഞ് കേട്ട്, ഇനിയിപ്പോൾ ഇവളെ പിണക്കി വിട്ട് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും, അത്രയൊന്നുമില്ലോ രഞ്ജുവിനെ അകത്തോട്ട് കയറ്റുന്നതെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് പൊറുതി മുട്ടി ദേഷ്യം പിടിച്ച് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ചെയ്യാമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഗീതു അവിടുന്ന് പോവുകയാണ് കേട്ടോ. പോയിട്ട് ഗോവിന്ദിൻ്റെയും പ്രിയയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങളാരുമല്ല രഞ്ജുവിനെ വിളിച്ചത്, രാധികാമ്മയെന്ന് പറയും കേട്ടോ. അപ്പം ഗോവിന്ദ് ഞെട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അമ്മയുടെ തലയിലോട്ട് ഇടുന്ന സ്വഭാവം മാറ്റണം എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രാധികാമ്മ പയ്യെ ചിരിച്ചുകൊണ്ടങ്ങ് വന്നിട്ട് പറയുകയാണ്, ഗീതു പറഞ്ഞ ശരിയാ, ഞാനാ വിളിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ഗോവിന്ദ് അന്തം വിട്ടു പോവാണ്. എന്നിട്ട് രാധികാമ്മ പ്രിയയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഗോവിന്ദിന് അവൾ അനിയത്തിയെ പോലെയാന്ന് കണ്ടേ, അങ്ങനെയൊന്നും അല്ല, ഒരു ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും പ്രിയ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഗോവിന്ദനും അവൾ അനിയത്തിയെ പോലെ ആണെന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, അതൊന്നും ഇല്ല മോളെ, നീ വിശ്വസിക്കുക, നിനക്ക് അമ്മയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങളുമല്ലേ അമ്മ പറയുള്ളൂ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മോളോട് വന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അവളിനി കുറച്ച് നാൾ അറക്കൽ കാണും, മോൾ അങ്ങോട്ട് വരണം, ഒരു കുഴപ്പം ഉണ്ടാവുകയല്ല എന്നൊക്കെ പറയണോ. ഇത് കേട്ട് അന്ന് വിട്ട് ഗോവിന്ദ് ഗീതുവിന് പുറകെ ചെന്ന് ചോദിക്കുകയാണ്, നീ എന്താ കാണിച്ചേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് രാധികാമ്മ പ്രിയോട് പറയുന്നുണ്ട്, അവൾ കുറച്ച് നാൾ അറക്കൽ വന്ന് നിൽക്കട്ടെ, അവൾ അകന്ന് നിന്ന് കഴിഞ്ഞാൽ അവളോട് ഗോവിന്ദിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൂടും, അങ്ങനെ അവർ തമ്മിൽ അടുക്കാൻ ചാൻസ് ഉണ്ട്, അതും പാടിയില്ല, അതും കൂടെ ഓർത്തിട്ട് അമ്മ ഇപ്പോൾ പറഞ്ഞതെന്ന് പ്രിയോട് മാറ്റി പറഞ്ഞ് പ്രിയനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പ്രിയയ്ക്ക് ഒരു സമാധാനമാവാണ്. എന്നിട്ട് പറയും, മോള് താഴോട്ട് പോകാം, ബാക്കി ഫംഗ്ഷൻ നമുക്ക് നടത്തണ്ടേന്ന് ചോദിക്കും. ഒരു കണക്കിന് മനസ്സോടെ എന്നാലും അനിയത്തിയായിട്ട് പ്രിയ മാത്രമേ ഉള്ളൂ എന്ന് രാധികാമ്മയും വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ പ്രിയ താഴെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ രഞ്ജു വീണ്ടും ലഡു എടുത്ത് കൊടുക്കുവാണ്. പ്രിയ കഴിക്കുന്നുണ്ട്, അത്ര സന്തോഷത്തിലല്ല, എന്നാലും കഴിക്കുന്നുണ്ട്. വിനോദം എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരി ലഡു പോട്ടെ എന്നൊക്കെ പറഞ്ഞ്. അതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദ് പയ്യെ നൈസായിട്ട് നമ്മുടെ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ കാണിച്ചത്, നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയും, ഞാനൊരു പണി ഒപ്പിച്ചിട്ടില്ല, മുല്ലപ്പൂമ്പിടി ഏറ്റെടുക്കും കല്ലിനുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ രാധികാമ്മ എൻ്റെ കൂടെ കൂടി എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചു എന്ന് പറയും. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയും, നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോഴേക്കും ഭദ്രം പറയും, എന്നാൽ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ, വളകാപ്പും എല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഒരു പാട്ടൊക്കെ പാടുവാണ് കേട്ടോ. മറ്റേ ആകാശം അറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മയെന്നും പറഞ്ഞ് പാടുവാണ്. ആ സമയത്ത് രാധികാമ്മേനെയും വിലാസിനെയും ഒക്കെ ചേർത്ത് പിടിച്ചാണ് പാടുന്നത്. രഞ്ജുവിൻ്റെ അടുത്തോട്ട് പാട്ടിനിടയ്ക്ക് ചെല്ലുമ്പോൾ പ്രിയയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പ്രിയമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രിയയുടെ അടുത്തേക്ക് രഞ്ജുവിൻ്റെ അടുത്തുനിന്ന് പോകുന്ന രഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രഞ്ജു പ്രത്യേകിച്ച് പരിഭവമൊന്നും കാണിക്കുന്നില്ല. പ്രിയ ചെറുതായിട്ട് വാടിയ പോലെയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പാടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിലാസിനെ ആ സൈഡിലോട്ട് പോയിട്ട്
അങ്ങ് തല ഇറങ്ങി വീഴുന്ന പോലെ അങ്ങ് വീഴുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ കയ്യിലോട്ടാണ് വീഴുന്നത്. ഗോവിന്ദ് ചാടി പിടിക്കുന്നുണ്ട്, എന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്